വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം പാർട്ട്ണറുമായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ട് ഒരു പാർട്ട്ണർക്ക് സമ്മതമാണ്, മറ്റു പാർട്ട്ണർക്ക് സമ്മതമല്ല. നമ്മുടെ നാട്ടിൽ പൊതുവേ ഇങ്ങനൊരു സിസ്റ്റം നമ്മൾ കാണാറില്ല അല്ലേ? ഒരു 10-12 വർഷം മുന്നേ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അതോടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലേഡിയായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ പൊതുവേ ഇങ്ങനെ ചോദിക്കും വീക്കെൻഡ് പ്ലാൻ എന്താണെന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു വീക്കെൻഡിൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം ഇവർക്ക് സിംഗിൾ ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആണ് ഇവർക്കുള്ളതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, എനിക്ക് എൻ്റെ എക്സ് ഹസ്ബൻഡ് കൂടി ഉണ്ട്, ആൾക്ക് ഭയങ്കര വലിയ വില്ലയൊക്കെ ഉണ്ട്, അവിടെയായിരിക്കും ഞങ്ങളൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ എക്സ് ഹസ്ബൻഡ് എന്ന് ഞാനിങ്ങനെ എടുത്ത് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു അതെ, ഞാൻ ഡിവോഴ്സ് ചെയ്തതാണ്, പക്ഷേ ഞാൻ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി റിലേഷൻ ഞാൻ എൻ്റെ എക്സ് ഹസ്ബൻഡുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ആൾ തന്നെയാണ് എൻ്റെ ഇവിടുത്തെ ലോക്കൽ ഗാർഡിയൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ